ഇവിടെ ഈ പെൺകുട്ടിയുടെ ഒരു അനുഭവം കണ്ടു നോക്കൂ. ഇവിടെ ഈ പിച്ചക്കാരന് ആ പെൺകുട്ടി ഭക്ഷണം നൽകിയിട്ട് പറയുന്നു, അപ്പച്ച ഇത് കഴിക്കണം. ശേഷം പറയുകയാണ്, ഞാൻ ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് പോവുകയാണ്, എന്നെ അനുഗ്രഹിക്കണേ അപ്പച്ച. അപ്പോൾ ആ പിച്ചക്കാരൻ പറയുന്നു, നിൻ്റെ ഈ നല്ല മനസ്സിന് നല്ലതേ വരൂ എന്നും പറയുന്നു. അങ്ങനെ അവിടുന്ന് ആ പെൺകുട്ടി പോകുന്നു. അപ്പോൾ അവിടെ മറ്റൊരാൾ വരുന്നു. അയാളും ഇൻ്റർവ്യൂവിന് പോകുന്ന പോലെയുണ്ട്. അയാൾ ഒരു കാറിലെ ഗ്ലാസ് തുറന്നു കിടക്കുന്നത് കണ്ടിട്ട് അതിൽ നിന്നും പണം എടുക്കുന്നു. അപ്പോൾ ആ പിച്ചക്കാരൻ എഴുന്നേറ്റ് പോയിട്ട് ചോദിക്കുന്നു, എന്തിനാടാ നീ ആ പൈസ എടുത്തേ? അപ്പോൾ ആ പിച്ചക്കാരനോട് അയാൾ പറയുന്നു, എന്തിനാടാ കിടന്ന് തുള്ളുന്നേ, ഇത് നിന്റെ കാറാണോ? കണ്ടത് കണ്ടില്ലെന്നങ്ങ് നടിക്കണം. അങ്ങനെ കുറച്ച് ചില്ലറ പൈസ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. നീ എന്താ നടന്നതെന്ന് കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, തൻ്റെ സ്ഥലം എവിടെയാണ്, താൻ എന്ത് ചെയ്യുകയാണ്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ പാൻറ്റിൽ വെള്ളം ഒഴിക്കുന്നു. അതിനൊരു സോറിയും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയോട് പറയുന്നു, അവിടാണ് വാഷ്റൂം, അവിടെ പോയി ക്ലീൻ ചെയ്തിട്ട് വരൂ. ശരിയെന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവിടെ നിന്ന് പോയി. അതിനുശേഷം ആ പെൺകുട്ടിയുടെ പിറകെ പോയി ആ വാഷ്റൂം ലോക്ക് ചെയ്തു. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ആ ഡോർ എന്തിനാണ് ലോക്ക് ചെയ്തത്? അപ്പോൾ അയാൾ പറയുന്നു, ഇതൊന്നും കണ്ടതായി നീ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പൈസ അയാളുടെ കയ്യിൽ കൊടുക്കുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അകത്തേക്ക് കയറിപ്പോയി ഇരിക്കുന്നു. അപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലാകുന്നത് പിച്ചക്കാരനായിട്ട് പുറത്തിരുന്ന ആളാണ് കമ്പനിയുടെ ഓണർ എന്ന്. നല്ല ലക്ഷ്യത്തിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നല്ലത് വരും, തെറ്റായ ലക്ഷ്യത്തിലാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ തെറ്റ് തന്നെ വരും. ഈ പെൺകുട്ടി ചെയ്ത ഈ നല്ല പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സൂപ്പർ എന്ന് കമൻറ്റ് ചെയ്ത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.